തിരുപ്പതി വെങ്കടേശ്വരസ്വാമി ക്ഷേത്രത്തിലെ പ്രസാദ ലഡുവിൽ മൃഗക്കൊഴുപ്പെന്നുള്ള ആരോപണമായിട്ട് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്ത് വന്നതിനെ തുടർന്ന് രാഷ്ട്രീയ വിവാദം ആളിക്കത്തിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ. തിരുപ്പതി വെങ്കടേശ്വരസ്വാമി ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ പേരിലാണ് തിരുപ്പതി ഏറ്റവും അധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. തലമുണ്ടനം ചെയ്തും കാണിക്ക അർപ്പിച്ചും ദിവസവും 10,000-കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ലോക പ്രശസ്തമാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രം. ഭൂമിയിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ്. അതേപോലെ ലോകത്തെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രം ആണ് ഇവിടെ. ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. തിരുപ്പതിയിലെത്തുന്ന പൂജാദ്രവ്യങ്ങളുടെ സ്രോതസ്സ് നെയ്യ്, പാൽ, തൈര് എന്നിവ ഏതാണ്ട് 22 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് എത്തിക്കുന്നത്. എന്നാൽ ഈ ഗ്രാമം എവിടെയാണെന്നോ ഏതാണെന്നോ ക്ഷേത്രാധികാരികൾ ഇതുവരെയും അത് പുറത്തുവിട്ടിട്ടില്ല. ഈ ഒരു കാരണം തന്നെ ആയിരിക്കണം ഇവർക്ക് ഈ പ്രസാദത്തിൽ ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പ് ചേർക്കുവാനുണ്ടായ ഒരു കാരണം. അതുമല്ല, ക്ഷേത്രാധികാരികൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പ്രസാദ ലഡുവിൽ ഇത്തരത്തിൽ നെയ്യ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ചേർത്താണ് കൊടുത്തിരുന്നതെന്ന് ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നെന്നാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡു പ്രസ്താവനയിൽ ആന്ധ്രയിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആളിക്കത്തിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം. ഇതറിഞ്ഞ് BJPയുടെ സംസ്ഥാന നേതൃത്വം അവിടെ CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആന്ധ്രയിലെ ഇപ്പോൾ NDA ഭരണത്തിൽ കയറിയിട്ട് ഏതാണ്ട് 100 ദിവസങ്ങളായിട്ടുള്ള ആ 100 ദിവസത്തിൻ്റെ ആഘോഷങ്ങൾ വിജയമാക്കുവാൻ വേണ്ടി അതിൻ്റെ ആഘോഷ പരിപാടികളുമായിട്ട് വിജയവാഡയിലെ മംഗളഗിരിയിൽ ചേർന്ന സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം. മൃഗക്കൊഴുപ്പ് ചേർത്ത് ഇത് ആശങ്ക ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അധികാരത്തിൽ കയറിയ ചന്ദ്രബാബു നായിഡു സർക്കാർ അത് പരിശോധന നടത്തി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. ഈ പ്രസ്താവനയ്ക്കടുത്ത് തന്നെ നാഷണൽ ഡയറി ബോർഡിൻ്റെ ഒരു പരിശോധന നടത്തി നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ റിപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ വാദത്തിന് വളരെയധികം സാധ്യത ഏറിയിരിക്കുകയാണ് ഈ മൃഗക്കൊഴുപ്പ് ചേർത്തു എന്നുള്ളത്. ജയമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ നഗ്നമായ ഹിന്ദു വിരുദ്ധതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് G. ഭാനുപ്രകാശ് റെഡ്ഡി പ്രതികരിച്ചത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ വാർഷിക വരുമാനം ഏതാണ്ട് 5,000 കോടി രൂപയാണ് വാർഷിക വരുമാനം. അതുപോലെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെ വരുമാനം തന്നെ 1,600 കോടിക്ക് മുകളിലാണ്. ഇതിൻ്റെ സ്ഥിര നിക്ഷേപങ്ങൾ സ്വർണ്ണമാകട്ടെ, പൈസ ഡെപ്പോസിറ്റ് ചെയ്യട്ടെ, അതിൻ്റെ വരുമാനം ഈ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ 8,500 കോടി രൂപയാണ് വിവിധ ഇനം ബാങ്കുകളിലേക്ക് സ്ഥിര നിക്ഷേപം നടത്തിയത്. ഇതേപോലെ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഭക്തജനങ്ങളെ വഞ്ചിക്കുക, ഭക്തജനങ്ങളോട് ധാർമ്മികതയില്ലാത്ത രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം. നമ്മുടെ ശബരിമലയിൽ പ്രസാദമായ അരവണ വളമാക്കി മാറ്റിയിരിക്കുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അവിടെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കേടായ അരവണ അത് മലയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് നശിപ്പിക്കാൻ വേണ്ടി 1,16,00,000 ഇതിന് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. 3 കമ്പനിയോളം വന്നു. അവർ കൊടുത്തിരിക്കുന്ന പല ടെൻഡറുകളിലും കൂട്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ടെൻഡറുമായിട്ട് അവസാനഘട്ട നടപടികളാണ്. 2023 ജനുവരിയിൽ ഏലക്കയിൽ കീടനാശിനി അംശമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി ഒരു പൊതു താല്പര്യമായിട്ട് ഒരു ഭക്തൻ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 6,65,00,000 വില വരുന്ന അരവണ വിൽക്കാൻ പാടില്ല എന്നൊരു ഉത്തരവിട്ടത്. നമ്മൾ പരാതി കൊടുത്താൽ പോരാ, അതിന് തെളിവ് ഹാജരാക്കി കോടതിയിൽ കൊണ്ടുപോയി തെളിയിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കുറ്റക്കാർക്കായിട്ടുള്ളവർ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പരാതി കൊടുത്ത ആ ഒരു ഭക്തന് അത് തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹർജി തെള്ളുകയാണ് ഉണ്ടായത്. കുറച്ചൊക്കെ ഭക്തജനങ്ങളെ കഴിപ്പിക്കാൻ വെച്ചിരുന്ന അരവണ പ്രസാദം വളമായി മാറുന്ന കാഴ്ചയാണ് ശബരിമലയിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഹിന്ദുമത വിശ്വാസികളോടുള്ള ഒരു ആത്മാർത്ഥതയും സത്യസന്ധയും ഇല്ലാത്ത സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രയും ക്ഷേത്രങ്ങളിൽ അഴിമതിയും ഭഗവാന്റെ പേരിൽ കൊള്ളകളും നടത്തുന്ന പ്രസാദ വിരണത്തിൽ പോലും കൈയിട്ട് വരുന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിലെ പിണറായി ഈ സർക്കാരും അതേപോലെ തന്നെ ആന്ധ്രയിൽ മുന്നേ ഭരിച്ചുകൊണ്ടിരുന്ന
ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെയും നിന്നുള്ള ഈ ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡി എന്താണോ ലഡുവിൽ മായം മൃഗക്കൊഴുപ്പ് ഇത്രയും വരുമാനമുള്ള ക്ഷേത്രത്തിൽ മൃഗക്കൊഴുപ്പ് ചേർത്ത് ഭക്തജനങ്ങൾ കൊടുത്തോ അത്തരം ഉദാസീനയാണ് കേരളത്തിലെ അതേ ശബരിമലയിൽ നമ്മുടെ കേരള സർക്കാർ പിണറായി വിജയനും അവരും ചേർന്ന് ദേവസ്വം ബോർഡും ചേർത്ത് അരവണയിൽ മായം ചേർത്ത്